ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. പിന്നെ ടൈം മാറ്റിയോ? ഈ സ്പൈസ് സെറ്റ് ഇതാണ് പ്രശ്നം. ആ, വേറെ ഈ പറയുന്ന പോലെ 6 മണിക്കാണ്. പിന്നെ ഞാൻ നേരത്തെ അയച്ചു തന്നില്ലായിരുന്നു ഒരു ഐറ്റിനറി ഷാർജ എന്നുള്ളത്. അതിപ്പോ എത്താൻ ചാൻസ് ഇല്ല. ഇപ്പൊ തന്നെ 5 മണിയായി, 4 ആയില്ലേ. അവിടെയും ചെക്ക് ഇൻ ഇപ്പോ ഏകദേശം ക്ലോസ് ആയപ്പോ ദുബായിൽ ഇന്നില്ല, ഇന്നെല്ലാം ഫുള്ളാണ്. അവർ പിന്നെ പിന്നെ എപ്പോഴത്തേക്കാ ടൈം മാറ്റിയേക്കുന്നത്? 11:45. ഓ, അപ്പൊ ഭയങ്കര ലേറ്റ് ആവും എത്താനായിട്ട്. ഇന്ന് വേറൊരു ഓപ്ഷൻ ഇല്ല ഇന്ന് പോകാൻ പറ്റിയത്. എന്നാൽ ഷാർജയുടെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആ, അതാണ് ഈ സ്പൈസ് സെറ്റിന്റെ പ്രശ്നം. ഞാൻ ഒന്ന് നോക്കട്ടെ, അബുദാബി കൂടെ ഒന്ന് നോക്കട്ടെ എന്താണ് അവസ്ഥ എന്ന്. ഉം. റെക്കോർഡിംഗ് ആയിരുന്നോ? ഇതിപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? എന്റെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടനാണ്. പുള്ളിക്കാരൻ ദുബായ് ടു കൊച്ചി ഇന്ന് സ്പൈസ് ജെറ്റ് എടുത്തായിരുന്നു. I'm so excited to go to home from Dubai to India in SpiceJet airline. അപ്പോ ഇന്ന് 4:15 പോകേണ്ട ഫ്ലൈറ്റ് ആണ്. അത് അവര് 6:15 പിന്നെ അത് 11 മണിക്കൊക്കെ. പുള്ളിക്ക് നാളെ 11 മണിക്ക്, നാളെ 7 മണിക്ക് അവിടെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് അർജന്റായിട്ട് ട്രാവൽ ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ ഈ സ്പൈസ് ജെറ്റിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് കുറച്ച് പ്രശ്നമാണ്. ഇവര് ഈ ഇടക്ക് ടൈം മാറ്റും, ടൈം ഡിലേ ഉണ്ടാവും. കഴിഞ്ഞാല് ഈ കൂടുതലും ഇവര് ഫിക്സഡ് ഡിപ്പാച്ചേഴ്സാ കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എമൗണ്ടിൽ സ്പൈസ് ജെറ്റ് കുറച്ച് ലോ കോസ്റ്റ് എയർലൈൻസ് എന്നാണ് പറയുന്നത് ഇവര്. ഇപ്പോൾ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ ഒരു ഏജൻസി ആയിരിക്കും ആ സീറ്റ് ഫുള്ള് എടുത്തേക്കുന്നത്. എന്നിട്ട് അവര് ആ സീറ്റ് എന്ത് ചെയ്യും, മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കും. അപ്പോ ചില സമയങ്ങളിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആവുന്നതെന്ന് അറിയില്ല. ചിലപ്പോ ഇന്റർണൽ ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോ ഫണ്ട്സിന്റെ ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോബ്ലംസ് ആവാം. ബട്ട് ഏറ്റവും കൂടുതൽ ഡിലേസ് ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ വേർസ്റ്റ് എയർലൈൻസ് ആണ് സ്പൈസ് ജെറ്റ് എന്ന് പറയുന്നത്. സ്പൈസ് ജെറ്റ് എടുത്ത് ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പ്രോപ്പർ ടൈമിങ്ങിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തണം. അതിനാണല്ലോ ട്രാവലിംഗ് എന്ന് പറയുന്നത്. അതിനാണല്ലോ എയർലൈൻസിനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് വേറെ എങ്ങനെയെങ്കിലും പോയിക്കൂടെ? So though I'm planning to walk from Kerala to London. അപ്പോ പ്രോപ്പർ ടൈമിങ്ങിൽ ഒരു കാരണവശാലും ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഈ സ്പൈസ് ജെറ്റ് കൊടുക്കാൻ പാടില്ല, സ്പൈസ് ജെറ്റ് എടുക്കാനേ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ മൾട്ടിപ്പിൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ടൈമിംഗ് പ്രോപ്പർ അല്ല. ചിലപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴായിരിക്കും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം ഒരു 2 മണിക്കൂറത്തേക്ക് ഡിലേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മണിക്കൂറത്തേക്ക് ഡിലേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 മണിക്കൂറത്തേക്ക് ഡിലേ ചെയ്യും. അത് കഴിയുമ്പോൾ ക്യാൻസൽ ചെയ്തെന്ന് പറയും. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഗസ്റ്റുകൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ട്രാവലേഴ്സ് എന്താ ചെയ്യുക? ഇതാണ് ഈ സ്പൈസ് ജെറ്റിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന ഒരു രീതി. ഡിലേ ദെൻ ക്യാൻസൽ, ഡിലേ ദെൻ ക്യാൻസൽ, ഡിലേ ദെൻ ക്യാൻസൽ. ഇതാണ് സംഭവം. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ എവിടെന്നെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് ഫസ്റ്റ് ഓപ്ഷൻ സ്പൈസ് ജെറ്റ് ആയിട്ട് എടുക്കാൻ നോക്കരുത്. വേറെ നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് നല്ല സർവീസാണ്. ഇൻഡിഗോ എല്ലാ സ്ഥലങ്ങളിലേക്കും, നമ്മുടെ കൊച്ചിയിൽ നിന്നും കാലിക്കറ്റിൽ നിന്നും ട്രിവാൻഡ്രത്തു നിന്നും എല്ലാ സ്ഥലത്തേക്കും നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്ന ഒരു എയർലൈനാണ് ഇൻഡിഗോ. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക. എയർ ഇന്ത്യ നല്ല സർവീസാണ്, പ്രോപ്പർ ടൈമിങ്ങിലാണ്. ചില സമയങ്ങളിൽ ഒരു 100-ൽ ഒരു 10% മാത്രം പ്രശ്നങ്ങൾ എയർ ഇന്ത്യയിൽ വരുള്ളൂ. അത് അന്ന് ക്രാഷ് ഉണ്ടായ സമയത്ത്
കുറെ ആൾക്കാർ നല്ല രീതിയിൽ പേടിച്ച് ഇപ്പൊ എയർ ഇന്ത്യയിൽ, എന്റെ ഫ്രണ്ട്സ് പോലും എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യാനായിട്ട് പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എയർ ഇന്ത്യ അടുത്ത് ഇല്ല. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അപ്പോ വൺ ഓഫ് ദ സേഫസ്റ്റ് ട്രാവൽ മെത്തേഡാണ് ബൈ എയർ എന്ന് പറയുന്നത്. എയർ ട്രാവലിലെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള എലമെന്റ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ നിന്ന് എയർപോർട്ട് എത്തുന്ന വരെയുള്ള ഒരു ട്രാവലിംഗ് ആണ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള എയർ ട്രാവലിംഗ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എങ്ങനെ വന്നാലും 100% സെക്യൂർ ആയിട്ട് എത്തും. എന്നാലും ഈ പറയുന്ന പോലെ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഉണ്ടാവാനിരിക്കട്ടെ. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് 2025-ലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ എയർലൈൻസ് ഒക്കെ എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് ടൈമിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ വരാണ്ടിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. വരാണ്ടിരിക്കാനല്ല, അങ്ങനത്തെ എയർലൈനുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം സ്പൈസ് ജെറ്റ് നമ്മൾ അബോർഡ് ചെയ്യാം കേട്ടോ.